അടിമാലിയിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് ഒടുവിൽ നിബന്ധനകളോടെ സർക്കാർ സഹായം. ലക്ഷംവീട് നഗറിൽ മലയിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ച ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സാമ്പത്തിക സഹായം അനുവദിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന ഉപാധികളോടെയാവും സഹായം വിതരണം ചെയ്യുക. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നായിരുന്നു ലക്ഷംവീട് നഗറിൽ മലയിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ചത്. കാത്തിരിപ്പിനൊടുവിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ അടിമാലി ലക്ഷംവീട് നഗറിലെ ദുരിതബാധിതർക്ക് നിബന്ധനകളോടെ സർക്കാർ സഹായം അനുവദിച്ചു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് സാമ്പത്തിക സഹായം അനുവദിച്ചിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശിക്കുന്ന ഉപാധികളോടെയാവും ഈ സഹായം വിതരണം ചെയ്യുക. പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപയാണ് ധനസഹായമായി അനുവദിച്ചിരിക്കുന്നത്. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരമാണ് സാമ്പത്തിക സഹായം നൽകുക. ദുരിതബാധിതരായ എല്ലാ കുടുംബങ്ങൾക്കും വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10,000 രൂപ വീതം ഒറ്റത്തവണ ധനസഹായം അനുവദിക്കും. മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്ക് വാടക ഇനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായവും അനുവദിച്ചാണ് തീരുമാനമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഉത്തരവ് വെള്ളിയാഴ്ച പുറത്തിറങ്ങി. വ്യവസ്ഥകൾ പ്രകാരം തുക അനുവദിക്കുന്നതിനായി ദുരന്തബാധിതരെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിൽ നൽകുന്ന മുറയ്ക്കാവും ധനസഹായ വിതരണമുണ്ടാവുക. വ്യവസ്ഥകൾ പ്രകാരം കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്തിന് നിലവിലെ ഭൂമി വിട്ടു നൽകണം. ഈ വീടുകൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് തുക ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത തുക ഇൻഷുറൻസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തിരികെ ഈടാക്കും. ലഭിക്കുന്ന ഇൻഷുറൻസ് തുക 10 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അധികം വരുന്ന തുക കുടുംബങ്ങൾക്കും, അല്ലാത്ത പക്ഷം ലഭിക്കുന്ന തുക മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും തിരികെ ഈടാക്കും. ഇൻഷുറൻസ് തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ ദേശീയപാതാ വിഭാഗം, കരാറുകാർ എന്നിവരിൽ നിന്നും തുക ഈടാക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നായിരുന്നു ലക്ഷംവീട് നഗറിൽ മലയിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ചത്. ദുരന്തത്തിൽ 7 വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായി. ദുരന്തത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.